സർക്കാർ ശമ്പളത്തോടെ സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സരിൻ. സരിൻ കൈപ്പറ്റുന്ന ശമ്പളം ഇപ്പോൾ 80,000 രൂപയാണ്. സ്വരാജിന് സരിന്റെ വിധിയോ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. യുവജനങ്ങളെ ഉപേക്ഷിച്ച് സ്വരാജിനെ ഉപദേശിക്കാൻ തോറ്റമ്പിയ സരിൻ നിലമ്പൂരിലേക്ക് എത്തുന്നു. സർക്കാർ ശമ്പളം 80,000 രൂപ വാങ്ങി പോക്കറ്റിലിട്ട് നിലമ്പൂരേക്ക് വണ്ടി കയറുകയാണ് പി സരിൻ. തന്റെ കൂട്ടുകാരനായ സഖാവിനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ. സ്വന്തമായി ജയിക്കാൻ കഴിവില്ലാത്ത പാലക്കാട് തോറ്റമ്പിയ സരിൻ ഇപ്പോൾ നിലമ്പൂരിലേക്ക് എന്തിനാണ് എത്തുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. വിജ്ഞാന കേരളത്തിന്റെ ഉപദേശകനാണ് സരിൻ. കേരളത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് സരിന്റെ ജോലി. തൽക്കാലം ആ ജോലി തുടരാതെ സ്വരാജിന് വേണ്ടി ജോലി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സരിൻ. CPM സ്ഥാനാർത്ഥി എം സ്വരാജിനെ ജയിപ്പിക്കാൻ 20 ദിവസം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചാണ് സരിൻ അവിടേക്ക് എത്തുന്നത്. യുവജനങ്ങളുടെ ജോലി അവർ നോക്കിക്കൊള്ളും, സ്വരാജാണ് മുഖ്യമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സരിൻ. സ്വരാജിനെ ഉപദേശിച്ചാലും ശമ്പളം 80,000 കൃത്യമായി സരിന്റെ പോക്കറ്റിലേക്ക് എത്തുകയും ചെയ്യും. ശമ്പളത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. നിയമപ്രകാരം സർക്കാർ ശമ്പളം പറ്റുന്നവർ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കാൻ പാടില്ല എന്ന് നിയമവുമുണ്ട്. എന്നാൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. ജനപ്രതിനിധികൾക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവുള്ളത്. അവർക്ക് പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ലെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ട്. അവസാന റൗണ്ട് എണ്ണുന്നത് വരെ പാലക്കാട് താൻ ജയിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച ആളാണ് സരിൻ. ഫലം വന്നപ്പോൾ സരിന് കിട്ടിയത് 3ാം സ്ഥാനവും. കോൺഗ്രസ് ടിക്കറ്റിൽ ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോൾ സരിന് കിട്ടിയത് 2ാം സ്ഥാനം. സരിന്റെ 20 ദിവസത്തെ വിജ്ഞാന കേരള ഉപദേശം കൊണ്ട് സ്വരാജ് ജയിച്ചു കയറുമെന്നാണ് സരിൻ ഫാൻസിന്റെ അവകാശവാദം. വിജ്ഞാന കേരളത്തിൽ ഇനിയും ഉപദേശ കസേരകൾ ഒഴിഞ്ഞുകിടപ്പുണ്ടെന്നും വിജ്ഞാന കേരളത്തിന്റെ മുഖ്യ ഉപദേശകൻ തോമസ് ഐസക് ഇപ്പോൾ തന്നെ പറഞ്ഞും കഴിഞ്ഞു. നിലമ്പൂരിൽ തോറ്റാലും സ്വരാജ് ബേജാറാവണ്ട എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നതെന്ന് പൊതുജനങ്ങളും പറയുന്നു. സരിനൊപ്പം നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയാൽ വിജ്ഞാന കേരളത്തിൽ ജോലി ഉറപ്പ്. നിലമ്പൂർ സ്വദേശിയാണെങ്കിലും തിരുവനന്തപുരം തൃപ്പൂണിത്തുറയും ഒക്കെയാണ് സ്വരാജിന് പഥ്യം. സ്വരാജ് തൃപ്പൂണിത്തുറയിലാണ് നിലയുറപ്പിച്ചിരുന്നത്. ഒരു വിധത്തിലും മത്സരിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥലമായിരുന്നു സ്വരാജിന് സ്വന്തം സ്ഥലമായ നിലമ്പൂർ. എന്നാൽ പിണറായി വിജയൻ സ്വരാജിനെ തീർക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച ഗാന്ധീവമാണോ ഇപ്പോൾ കൈമാറിയത് എന്ന സംശയം പോലും ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്.